സൗദി അറേബ്യയ്ക്ക് അമേരിക്ക യുദ്ധവിമാനം വിൽക്കുന്നത് എന്തിനാണ്? 3 ലോകശക്തികളെയും ഇസ്രയേലിന്റെ സൈനിക മേൽക്കോയ്മയെയും ബാധിക്കുന്ന ഈ നീക്കം വിവാദമാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ലോകശക്തി മറ്റൊരു രാജ്യത്തിന് അതീവ രഹസ്യ സ്വഭാവമുള്ള ആയുധങ്ങൾ വിൽക്കുമ്പോൾ അത് കേവലം ഒരു വാണിജ്യ ഇടപാടല്ല. അത് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയെ നിർണ്ണയിക്കുന്ന സുപ്രധാന നീക്കമാണ്. അമേരിക്ക തങ്ങളുടെ 5ാം തലമുറയിലെ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ F-35 സൗദി അറേബ്യയ്ക്ക് വിൽക്കാനൊരുങ്ങുന്നുവെന്ന വാർത്ത പശ്ചിമേഷ്യയിലെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള നയതന്ത്ര മേഖലയിൽ ഒരു വലിയ കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ചയുടെ കേന്ദ്ര ബിന്ദു തന്നെ ഈ വിൽപ്പനയാണ്. 2018 മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ട്രംപ് ഭരണകൂടം ഈ മെഗാ ഡീലിന് പച്ചക്കൊടി കാട്ടാൻ തയ്യാറായത് പല വിധത്തിലുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾ കാരണമാണ്. സൗദിയിൽ നിന്നുള്ള $600 ബില്യൺ നിക്ഷേപ വാഗ്ദാനവും പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഉൽപാദനം തുടങ്ങിയ മേഖലകളിലെ കൂടുതൽ സഹകരണങ്ങളുമാണ് വാഷിംഗ്ടണിനെ ഈ വഴിക്ക് ചിന്തിപ്പിച്ചത്. എന്നാൽ ഈ ഇടപാട് ഉയർത്തുന്ന ആശങ്കകൾ അത് ചെറുതല്ല. ഇസ്രയേലിന്റെ സുരക്ഷ, ചൈനയുടെ സ്വാധീനം, അതിരുകടന്ന സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നീ 3 പ്രധാന വിഷയങ്ങളാണ് ഈ നീക്കത്തെ അതീവ വിവാദമാക്കുന്നത്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35 യുദ്ധവിമാനം ഒരു സാധാരണ പോർ വിമാനമല്ല. ആധുനിക വ്യോമയാന സാങ്കേതിക വിദ്യയുടെ 5ാം തലമുറയിലെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ആകാശത്തെ ക്വാർട്ടർ ബാക്ക് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഈ ജെറ്റ് വെറും ഒരു ആക്രമണ യന്ത്രമല്ല, മറിച്ച് ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കാനും വിവിധ സൈനിക യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് മിഷനുകൾക്ക് നേതൃത്വം നൽകാനും കഴിയുന്ന ഒരു ഇന്റഗ്രേറ്റഡ് കമാൻഡ് സെന്ററാണ്. F-35 യുദ്ധവിമാനത്തിന്റെ പ്രധാന സവിശേഷതകൾ അതിനെ വ്യോമയുദ്ധരംഗത്തെ ഒരു നിർണായക ശക്തിയാക്കി മാറ്റുന്നു. ഇതിലേറ്റവും പ്രധാനം അതിന്റെ സ്റ്റെൽത്ത് ശേഷിയാണ്. ഏറ്റവും നൂതനമായ റഡാർ സംവിധാനങ്ങളെ പോലും കബളിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും ഇതിനുണ്ട്. കൂടാതെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും സഹായിക്കുന്ന അഡ്വാൻസ്ഡ് സെന്ററുകൾ ഇതിന്റെ ഇന്റലിജൻസ് ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ദീർഘദൂരത്ത് നിന്ന് പോലും കൃത്യമായ ലക്ഷ്യത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്ന ലോങ് റേഞ്ച് പ്രിസിഷൻ സ്ട്രൈക്ക് ശേഷി ഈ വിമാനത്തിനുണ്ട്. ഇതിനെല്ലാം പുറമെ നെറ്റ്വർക്ക് യുദ്ധം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി വിവരങ്ങൾ തത്സമയം സഖ്യസേനകളുമായി പങ്കുവയ്ക്കാനും സംയുക്ത ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകാനുമുള്ള സവിശേഷമായ കഴിവ് F-35-നുണ്ട്. ഇറാഖിലെയും സിറിയയിലെയും ISIS-നെതിരായ പോരാട്ടങ്ങളിലും അടുത്തിടെ ഇറാനെതിരായ ഇസ്രയേലിന്റെ ഓപ്പറേഷനുകളിലും ഈ വിമാനങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത പ്രതിരോധ സഖ്യകക്ഷികൾക്ക് മാത്രമേ ഇതുവരെ F-35 വിറ്റിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സൗദിക്കുള്ള ഈ വിൽപ്പന അമേരിക്കയുടെ പരമ്പരാഗത ആയുധ കയറ്റുമതി നയത്തിൽ വരുന്ന ഒരു വലിയ മാറ്റമാണ്. F-35 ഇടപാട് വിവാദമാകുന്നതിലെ ഏറ്റവും വലിയ ഘടകം ഇസ്രയേലിന്റെ ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് ഉറപ്പാക്കാനുള്ള അമേരിക്കൻ നിയമപരമായ ബാധ്യതയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന് എപ്പോഴും സൈനിക സാങ്കേതിക വിദ്യയിൽ മുൻതൂക്കം ഉണ്ടായിരിക്കണമെന്നതാണ് ഈ ഉടമ്പടിയുടെ കാതൽ. നിലവിൽ മേഖലയിൽ F-35 ഓപ്പറേറ്റ് ചെയ്യുന്ന ഏക രാജ്യം ഇസ്രയേലാണ്. അവരുടെ പ്രതിരോധ തന്ത്രത്തിന്റെ നെടും തൂണാണ് ഈ വിമാനം. സൗദിക്ക് F-35 ലഭിച്ചാൽ അത് മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെ മാറ്റുമെന്ന ആശങ്ക ഇസ്രയേൽ വ്യോമസേന മുൻ മേധാവികൾ ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ സൗദിയുമായുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാകുന്നതിന് ഈ വിമാന കൈമാറ്റത്തെ ഒരു ഉപാധിയായി ഉപയോഗിക്കാൻ US ഭരണകൂടം ശ്രമിക്കുന്നുമുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, മുൻപ് സൗദിക്ക് F-15 വിറ്റപ്പോഴും അമേരിക്ക ചില വ്യവസ്ഥകൾ വെച്ചിരുന്നു എന്നതാണ്. ഇസ്രയേലുമായി കൂടിയാലോചിച്ച ശേഷം F-15-ലെ ചില സംവിധാനങ്ങൾ പരിഷ്കരിക്കുകയോ അല്ലെങ്കിൽ നിഷ്ക്രിയമാക്കുകയോ ചെയ്തിരുന്നു. സമാനമായ നിയന്ത്രണങ്ങൾ F-35 ഇടപാടിലും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് വിമാനത്തിന്റെ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ചില പരിമിതികൾ വെക്കുകയോ അല്ലെങ്കിൽ ചില പ്രത്യേക സൈനിക താവളങ്ങളിൽ വിമാനം വിന്യസിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യാം. എന്തൊക്കെയായാലും ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഈ ഇടപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ US കോൺഗ്രസിന് സാധിക്കൂ. F-35 വിൽക്കുന്നതിലെ രണ്ടാമത്തെ സുപ്രധാന ആശങ്ക അതിലെ അതീവ രഹസ്യമായ സാങ്കേതിക വിദ്യ ചൈനയുടെ കൈകളിൽ എത്തുമോ എന്നതാണ്. സൗദി അറേബ്യ അടുത്തിടെ ചൈനയുമായി സാമ്പത്തികവും സുരക്ഷാപരവുമായ ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സൗദിയുടെ കൈവശമുള്ള F-35 വിമാനങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ചൈനയ്ക്ക് ചോർന്നു കിട്ടാൻ സാധ്യതയുണ്ടെന്ന് US ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാങ്കേതിക വിദ്യ ചോർച്ചയെക്കുറിച്ച് US-ന് മുൻപ് കടുത്ത നടപടികൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 2019 റഷ്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിന്റെ പേരിൽ
തുർക്കിയെ F-35 പ്രോഗ്രാമിൽ നിന്ന് അമേരിക്ക പുറത്താക്കിയിരുന്നു. കാരണം ഒരേ അന്തരീക്ഷത്തിൽ S-400ഉം F-35ഉം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വിമാനത്തിന്റെ സ്റ്റെൽത്ത് സവിശേഷതകളെക്കുറിച്ച് റഷ്യൻ എഞ്ചിനീയർമാർക്ക് നിർണായക വിവരങ്ങൾ നൽകിയേക്കാമെന്ന് US ഭയന്നിരുന്നു. ചൈനയുമായി സൗദിക്ക് വർദ്ധിച്ചു വരുന്ന ബന്ധങ്ങൾ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യ ചോരാതിരിക്കാൻ കർശനമായ ഓപ്പറേഷണൽ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പരിമിതികൾ ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ചൈനയുടെ സ്വാധീനം ഗൾഫ് മേഖലയിൽ വർദ്ധിക്കുന്നത് തടയാൻ സൗദിയുമായി ദീർഘകാല പ്രതിരോധ സഖ്യം സ്ഥാപിക്കേണ്ടത് അമേരിക്കയുടെ അനിവാര്യമായ ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഈ അപകട സാധ്യതകൾ ഒരു പരിധിവരെ അംഗീകരിക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറായേക്കാം. F-35 സ്വന്തമാക്കാൻ സൗദി അറേബ്യ ശ്രമിക്കുന്നത് കേവലം സൈനികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് അത് ദേശീയ അഭിമാനത്തിന്റെയും തന്ത്രപരമായ ആവശ്യകതയുടെയും വിഷയമാണ്. പ്രധാനമായും ഇറാനിൽ നിന്നും യമനിലെ ഹൂത്തികളെ പോലെയുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള നിരന്തരമായ സുരക്ഷാ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ സൗദിക്ക് അത്യാധുനിക വ്യോമശേഷി അത്യാവശ്യമാണ്. ഇതിനു പുറമെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മുന്നോട്ട് വെച്ച സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതിയായ വിഷൻ 2030 നടപ്പിലാക്കാൻ ആഗോള നിക്ഷേപം ആകർഷിക്കേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും വിപുലമായ ആയുധശേഖരമുള്ള അമേരിക്കയുടെ വിശ്വസ്ത സഖ്യകക്ഷി എന്ന പദവി രാജ്യത്തിന്റെ ദീർഘകാല സ്ഥിരതയിൽ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകും. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർണായക സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ വൈവിധ്യത്തെ സൗദിയിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. കൂടാതെ ഖത്തറിന് സമാനമായ ഒരു പരസ്പര പ്രതിരോധ ഉടമ്പടി അമേരിക്കയുമായി സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ഈ ഇടപാട് വഴി തുറക്കുമെന്നും സൗദി പ്രതീക്ഷിക്കുന്നുണ്ട്. സൗദിക്ക് F-35 വിമാനങ്ങൾ കൈമാറുന്നതിലൂടെ അമേരിക്ക പ്രതീക്ഷിക്കുന്ന പ്രധാന നയതന്ത്ര നേട്ടം ഇസ്രയേലുമായി സൗദി അറേബ്യ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന അബ്രഹാം ഉടമ്പടിയിൽ പങ്കുചേരുമെന്നതാണ്. ഈ മേഖലയിലെ സമാധാന പ്രക്രിയയിൽ ഏറ്റവും വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന നീക്കമായി US ഇതിനെ കാണുന്നുമുണ്ട്. എങ്കിലും പലസ്തീൻ വിഷയത്തിൽ ശക്തമായ നിലപാട് സൗദി ആവർത്തിച്ചിട്ടുണ്ട്. പലസ്തീൻ രാഷ്ട്ര രൂപീകരണം യാഥാർത്ഥ്യമാക്കാതെ ഇസ്രയേലുമായി ബന്ധം സാധാരണ നിലയിലാക്കില്ലെന്ന് സൗദി വ്യക്തമാക്കി. അതിനാൽ F-35 ഇടപാട് ഇസ്രയേൽ സൗദി ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള ഉപാധിയായി മാത്രം കാണാൻ കഴിയില്ല. പകരം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള വൻതോതിലുള്ള സൗദി നിക്ഷേപ വാഗ്ദാനങ്ങൾ പ്രതിരോധ ബന്ധം വിപുലീകരിക്കുന്നതിന് ട്രംപിനൊരു ന്യായീകരണമായേക്കാം. അതുപോലെ സൗദിയുടെ പൗര ആണവ സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളും ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ആണവ വ്യാപനം തടയാനുള്ള കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന 123 ഉടമ്പടിക്ക് വേണ്ടിയാണ് സൗദി ശ്രമിക്കുന്നത്. ഊർജ്ജ വൈവിധ്യവൽക്കരണത്തിനായുള്ള ഈ നീക്കം ആണവായുധ നിർമ്മാണത്തിന് സാധ്യതയില്ലെന്ന് സൗദി ഉറപ്പു നൽകുമ്പോഴും ആണവശക്തിയായ പാകിസ്ഥാനുമായുള്ള സൗദിയുടെ പ്രതിരോധ ബന്ധം വാഷിംഗ്ടണിൽ ആശങ്കയുണർത്തുന്നുണ്ട്. സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനം വിൽക്കാനുള്ള തീരുമാനം പശ്ചിമേഷ്യയിലെ സൈനിക രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമാകും. ഈ ഇടപാട് അമേരിക്കയ്ക്ക് സാമ്പത്തിക നേട്ടവും ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനുള്ള അവസരവും നൽകുമെങ്കിലും ഇസ്രയേലിന്റെ സുരക്ഷാ ഉറപ്പുകൾ, അതീവ രഹസ്യ സാങ്കേതിക വിദ്യയുടെ സുരക്ഷ, ആയുധ വ്യാപന സാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ട് കനത്ത വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. US കോൺഗ്രസ് ഈ കരാർ തീവ്രമായി പരിശോധിക്കുമെന്നത് ഉറപ്പാണ്. കഴിഞ്ഞ കാലങ്ങളിൽ UAEയുമായി ഉണ്ടാക്കിയ F-35 ഇടപാട് 2021 തടസ്സപ്പെട്ടതുപോലെ ഈ ചർച്ചകളും എളുപ്പത്തിൽ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ്, F-35 യുദ്ധവിമാനങ്ങൾ സൗദിക്ക് കൈമാറാനുള്ള ഏത് നീക്കവും കേവലം ഒരു ആയുധ ഇടപാടല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ ഭാവിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ഏറ്റവും സങ്കീർണവും ശ്രദ്ധാപൂർവവുമായ തന്ത്രപരമായ തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും. ഈ തീരുമാനമായിരിക്കും അടുത്ത ദശകത്തിലെ ഗൾഫ് രാഷ്ട്രങ്ങളുടെയും ഇസ്രയേലിന്റെയും സുരക്ഷാ സമവാക്യങ്ങൾ നിർണ്ണയിക്കുക.